നമ്മൾ സ്പോർട്സിന് റണ്ണിങ്ങിനുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മാളൂട്ടീൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. ആക്ച്വലി കഴിഞ്ഞ കൊല്ലമൊന്നും മാളൂസിന് സ്പോർട്സിനും ആർട്സിനും ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിർബന്ധമായിരുന്നു ഇപ്രാവശ്യം ക്ലാസ്സൊക്കെ ഷൂട്ട് കാരണം മിസ്സായാൽ പോലും ആർട്സിനും സ്പോർട്സിനൊക്കെ മാളൂട്ടിനെ എന്തായാലും കൊണ്ടുപോകണം സ്കൂളിൽ എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ മാളൂട്ടി ഇന്ന് സ്പോർട്സിന് പോവാണ് ഫസ്റ്റ് ടൈം. എന്ത് പരിപാടിക്കൊക്കെ ഉള്ളേ? സ്റ്റോൺ പിക്കിങ്ങിനുണ്ട്, പാസിംഗ് ബോളിനുണ്ട്, പിന്നെ റണ്ണിങ്ങിനുണ്ട്. വെനസ്ഡേ ഇടുന്ന യൂണിഫോമാണ് കേട്ടോ ഇന്നും യൂസ് ചെയ്യുന്നത്. വെനസ്ഡേ ഇവർക്ക് ഹൗസ് വൈസ് ആയിട്ടുള്ള യൂണിഫോമാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ബ്ലൂ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഹൗസ് ഉണ്ടാവുമല്ലോ ഓരോ സ്പോർട്സിനും ആർട്സിനൊക്കെ. ഏത് ഹൗസാണ് ജയിക്കുക എന്നൊക്കെ അറിയാൻ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കില്ലേ. അപ്പോൾ ആ ഹൗസിൽ മാളൂസ് ബ്ലൂ ഹൗസാണ്. അതുകൊണ്ട് ബ്ലൂ റിബണും ബ്ലൂ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് സ്പോർട്സിനും പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പോർട്സിന് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. മൈക്കിൾ എലിയാസ് ജാക്സൺ ഊതുന്നതിന് ചവയ്ക്കാണ്. ഞാൻ അത്രയും കുഴപ്പമൊന്നുമില്ല. ലിബാമാണ് കേട്ടോ. ഇന്ന് മാളൂട്ടീൻ്റെ പ്രോഗ്രാം കഴിയുന്നത് വരെ ഞങ്ങൾ സ്കൂളിൽ നിൽക്കണം. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ സ്നാക്സിൻ്റെ കൂടെ ലഞ്ചും പാക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ലഞ്ചിനും എടുത്തിട്ടുള്ളത്. ഇത് സ്കൂളിൽ കൊണ്ടായിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇത് സംഭവം, ഇതെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ബാക്ക് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 2 ബോക്സ് ഒക്കെ ഉണ്ടിട്ട് ഇതെന്താ 2 ബോക്സ് ആണെനിക്കും പോയാലോ. ഇന്നും ഞങ്ങൾക്ക് ഷൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ നിൽക്കുന്നത്. കാരണം അവളുടെ പ്രോഗ്രാംസ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അവളെ കൂട്ടിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്ന സമയത്ത് പ്രോഗ്രാംസൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളൂസ് ചെന്നിട്ട് അവളുടെ ഹൗസിനെ നിർത്തിയ സ്ഥലത്ത് ചെന്നിട്ട് നിന്ന് അപ്പോൾ അവിടെ സ്പോർട്സിൻ്റെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു. 4th സ്റ്റാൻഡേർഡ് വരെയാണ് കേട്ടോ ഈ സ്കൂളിലുള്ളത്. അപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്നത് വലിയ കുട്ടികളുടെ 100 മീറ്റർ റണ്ണിങ് റേസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ടച്ച് ചെയ്തിട്ട് തിരിച്ചോടുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് നിർത്തിയപ്പോൾ ഞാനും അതിനകത്ത് പോയൊക്കെ നിന്നു. ഞാനും കുറേ കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞ ഒരു സ്പോർട്സ് ഡേ കാണുന്നത്. നമ്മുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും അതൊക്കെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഞാനും മൂവിക്കായി ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങളുടെ സ്പോർട്സ് ടൈമിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സമയം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു, നമ്മുടെ കസാരകളി. അതിൽ മാളൂസ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടീച്ചർ ആ സമയത്ത് പറഞ്ഞു അവളോട് അതിൽ ചേർന്നോളാൻ പറഞ്ഞപ്പം അവൾ കസാരകളിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടികളുടെ റണ്ണിങ് റേസ് ഉണ്ടായിരുന്നു. പിന്നെ മാളൂസ് കസാരകളിയിൽ പങ്കെടുക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കും അതിൻ്റെ റൂൾസ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് മാളൂസ് ഏതൊക്കെയോ വഴി കൂടെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ബെല്ലടിക്കുന്ന ഒരു സൗണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മ്യൂസിക് അല്ലായിരുന്നു. അപ്പോൾ ബെല്ലടിക്കുന്നത് നിൽക്കുമ്പോൾ അവർ കസാരയിൽ ണല്ലോ. അവൾക്കതൊന്നും ഓർമ്മയില്ലാതെ തോന്നുന്നു. അവൾ ഓടുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റണ്ണിങ് റേസിന് ഓടുന്ന പോലെ ഓടുകയായിരുന്നേ. എന്നിട്ട് ആൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ബോൾ പാസിങ്ങിന് അവൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോൾ കയ്യിൽ വെക്കരുത്, പെട്ടെന്ന് പാസ് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് ലാസ്റ്റ് ഒരു 5 പേരൊക്കെ ആവുന്ന വരെ അവൾ നിന്നിട്ടുണ്ടായിരുന്നു. അനാമിക ഇവരെയൊക്കെ ഇനി അടുത്ത
അപ്പോൾ എല്ലാവരെയും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. സ്പോർട്സിൻ്റെ വ്ളോഗ് ഇടുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടികൾ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ ബാക്കി പ്രോഗ്രാംസ് ഒക്കെ അവിടെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനും മൊബിക്കായും ഒന്ന് പുറത്ത് പോയി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ മാളൂസ് എവിടെയാണെന്ന് നോക്കിയ സമയത്ത് ആൾ ഭയങ്കരമായിട്ട് ഓടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ഓടുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവൾ ഫസ്റ്റ് എത്താൻ ചാൻസ് ഇല്ല എന്ന് റണ്ണിങ് റേസിൽ. കാരണം അവൾ വീട്ടിലും ഇങ്ങനെ ഓട്ടവും ചാട്ടമൊക്കെ കുറവാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സിന് പങ്കെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയൊന്നല്ല നമ്മളിതിന് പങ്കെടുക്കുന്നത്, സ്പോർട്സ് എന്താണെന്നും അതിൻ്റെയൊക്കെ ഒരു രസം അറിയാൻ വേണ്ടിയിട്ടുമാണ് റണ്ണിങ് റേസിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ പറ്റുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. താങ്ക് യു. പേരെന്തായിരുന്നു? ഓക്കെ, ബൈ. ഒന്ന് നിനക്കും ഒന്ന് എനിക്കും തന്നതാ. അങ്ങനെ KG സെക്ഷൻ്റെ റണ്ണിങ് റേസ് തുടങ്ങിയപ്പോൾ മാളൂസിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ് നല്ല ഫണ്ണായിരിക്കുന്നത്. എന്നാലും അവളത് എങ്ങനെ ഓടി അവരൊപ്പം എത്തും എന്നുള്ളത് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ കൂടെ ഓടുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അവളിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബോയ്സിൻ്റെ റണ്ണിങ് റേസ് നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ബോയ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് ക്ലാസ് ഏതാണെന്ന് അറിയില്ല. പക്ഷെ കൂടെ ഉള്ളവരൊക്കെ ഓടിക്കഴിഞ്ഞിട്ടും ആൾ ഫിനിഷിങ് വരെ ഓടി. എല്ലാവരും ഭയങ്കര പ്രോത്സാഹനമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മാളൂസിൻ്റെ റണ്ണിങ് റേസിന് ടൈമായി. 50 മീറ്റർ ഓടേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ കുട്ടികളൊക്കെ ഓടിയത് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ടും പോകണമെന്ന് കരുതി 100 മീറ്റർ അവൾ ഓടി തീർത്തു. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടുന്ന സമയത്ത് ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞാനിടയ്ക്ക് എല്ലാവരും മതി എന്ന് പറഞ്ഞിട്ടോ അവൾ നിർത്താതെ തിരിച്ച് ഓടിക്കളയെന്ന് ഞങ്ങൾ കരുതിയില്ല കേട്ടോ. പാട്ട് മത്സരത്തിന് കാണാം. അങ്ങനെ മാളൂസിൻ്റെ പ്രോഗ്രാംസ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിനി ഷൂട്ടിന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാളൂസിൻ്റെ ഈ ഒരു സ്പോർട്സ് വ്ലോഗ്. എനിവേ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. ഇതിപ്പോൾ മാളൂട്ടീൻ്റെ സ്കൂളിൽ മാളൂട്ടീൻ്റെ ഫസ്റ്റ് സ്പോർട്സ് എക്സ്പീരിയൻസ് ആണ്. അതിൽ പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാത്തിലും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇനി നമ്മൾ മാളൂസിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഷൂട്ടിന് പോവാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സ്പോർട്സ് ഡേൻ്റെ വ്ലോഗ്. എനിവേ ഷൂട്ടൊക്കെ വരുമ്പോൾ മാളൂസിന് ഇങ്ങനത്തെ കാര്യങ്ങൾ മിസ്സാവുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം സ്പോർട്സ് ഡേക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ ആൾ സ്പോർട്സ് ഡേക്ക് പോയപ്പോഴും ബുക്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. റഫ് ബുക്കിൽ ചിത്രം വരച്ചത് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതിനോടൊക്കെയാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ മാളൂട്ടീൻ്റെ കഴിവുകളൊക്കെ തെളിയിക്കാൻ പറ്റിയ ആർട്സ് ഡേ ഇനി വരുന്നുണ്ട്. അപ്പോൾ മാളൂസ് പറഞ്ഞ പോലെ അടുത്ത അറ്റംപ്റ്റ് ആയിട്ട് ആർട്സ് ഡേയിൽ കാണാം. അപ്പോൾ സ്പോർട്സ് ഡേയിൽ മാളൂട്ടി പങ്കെടുത്തതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ബൈ.